ഞാനിന്ന് ഒരു വാക്യൂം ക്ലീനർ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യുറേക്ക ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ വാക്യൂം ക്ലീനറാണിത്. നമ്മൾ ഫ്ലിപ്കാർട്ടിലും അതേപോലെ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസുള്ള സംഭവമാണത്. ഏകദേശം ഒരു 3600 രൂപയോളം ഫ്ലിപ്കാർട്ടിൽ ഇതിന് പ്രൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോഗ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തത്. ഏകദേശം എനിക്ക് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2200 രൂപയാണ് വന്നുള്ളൂ. അതിൻ്റെ കൂടെ GST കൂടി ചേർത്തിട്ട് ഏകദേശം 2500 രൂപയുടെ അടുത്താണ് എനിക്കിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വന്നിട്ടുള്ളത്. സൈറ്റിനെ കുറിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. ഞാൻ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് 1-2 വീഡിയോസൊക്കെ കണ്ടിരുന്നു. അതിൽ കമൻറ്റുകളൊക്കെ അത് സൈറ്റ് ഉടായിപ്പാന്നുള്ള രീതിയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും ധരിപ്പിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. നമുക്ക് അതിൽ COD അവൈലബിൾ ആണ്. കുറച്ച് എമൗണ്ട് അടച്ചിട്ട് ബാക്കി ബാലൻസ് എമൗണ്ട് നമുക്ക് COD ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, നമുക്ക് പലർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കാറുള്ള ആൾക്കാർക്കും അതേപോലെ വീട്ടിലും കാറിലും ഒക്കെ നമുക്ക് ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ട് വാക്യൂം ചെയ്തിട്ട് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കാറും അതേപോലെ വീടൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണിത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ആദ്യം പോകാം. നമ്മൾ തുറക്കുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. അത് നമുക്ക് ഇതിൻ്റെ ഒരു ഹോസ് നമുക്ക് കണക്ടർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡസ്റ്റ് ക്യാരി ചെയ്യുന്ന 3 ബാഗ് നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അതിന് പോരാണ്ട് നമ്മുടെ ഈ വാക്യൂം ക്ലീനറിൻ്റെ ഉള്ളിൽ ഓൾറെഡി 1 ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല 3 നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതേ രീതിയിലുള്ള നമുക്ക് ഒന്നുകൂടി എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 എക്സ്റ്റൻഷൻ റോഡും കൂടി ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. റെക്സിൻ അടിക്കാത്ത സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൻ്റെ സീറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. റെക്സിൻ അടിച്ചാണെങ്കിലും ഉപയോഗിക്കാം. ഈ കാർപ്പറ്റ് മോഡൽ ടൈപ്പുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ബ്രഷുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഭാഗം അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ താഴ്ത്തുന്ന സമയത്തും ഇതിങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് നമുക്ക് നമ്മുടെ ഈ കർട്ടൻ അതേപോലെ ചെറിയ കാർപ്പറ്റുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാനും അതേപോലെ നമ്മൾ കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ റൂഫൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചെറിയൊരു ബ്രഷ് വരുന്നൊരു ടൈപ്പാണ്. അതേപോലെ തന്നെ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ആദ്യം തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാക്യൂം ക്ലീനറിൻ്റെ ഈ അടിഭാഗത്ത് ഒരു റോട്ടറി വീല് വരുന്നുണ്ട്. ആ വീല് നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ഒരു ഭാഗത്ത് എവിടെ അനങ്ങാതെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വെക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ വാക്യൂം ക്ലീനർ എങ്ങോട്ടും ഉരുട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഫുള്ളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക്കും ക്വാളിറ്റിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 2 വീല് വരുന്നുണ്ട്. അതും പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് റോട്ടറി ആയിട്ടുള്ള ഒരു വീല് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ സോക്കറ്റ് വരുന്നത്. അതായത് നമ്മുടെ സപ്ലൈ കൊടുക്കാനുള്ള വയർ വരുന്നത് ഇവിടെയാണ്. ഈ വയർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം നമ്മുടെ ഈ വയർ ഈ വയർ നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് കണ്ടാം ഇത്രയും വയർ ഞാൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ വയർ നമുക്ക് അതേ രീതിയിൽ വാക്യൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചുറ്റും അതിനുള്ള ഒരു സ്വിച്ചാണ് ഇത്. അപ്പോൾ അത് നല്ലൊരു സെറ്റപ്പാണ്. ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സംഭവം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ഓൾറെഡി ഇതിനകത്ത് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഈ സംഭവം ഫിൽറ്റർ നമുക്ക് അഴിച്ചെടുക്കാനും എല്ലാത്തിനും പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിൽറ്റർ എങ്ങനെ ജസ്റ്റ് അഴിച്ചെടുക്കുകയെന്ന് നോക്കാം. ഫിൽറ്റർ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡസ്റ്റ് ക്യാപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവമുണ്ട്. ഇത് നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ യൂസർ മാനുവൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ സംഭവം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് ശേഷം നമുക്കിത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ വലിച്ചെടുത്താൽ തന്നെ നമുക്ക് ഇത് കൈ പോരുന്നതാണ്. പിന്നെ ഇതിലാണ് നമ്മൾ
വേറെ ബാഗ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ ബാഗ് അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബാഗ് വളരെയധികം മോശമായുള്ള രീതിയിൽ അവസ്ഥയിലെത്തിയാൽ മാത്രമേ നമുക്കിത് മാറ്റേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊടി കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ ഒരു സംഭവം നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ ഇത് നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് കൊട്ടി കളയാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഇതിവിടെ ലോക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പഴയ രീതിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് റിപ്പീറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസ്സായിട്ട് നിൽക്കും. പിന്നെ അതിന് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അവിടെ ലോക്കായി നമുക്ക് പോരില്ല. ഇവിടെ ചെറിയൊരു ഇൻഡിക്കേഷൻ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ഡസ്റ്റ് ബാഗിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് നന്നായിട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് കാണിക്കുന്നൊരു ഇൻഡിക്കേഷനാണിത്. അതേ ഈ ഒരു സംഭവം നമുക്ക് പുറത്തു കൂടെ ഇതിൽ നോക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ബാഗ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വാക്യൂം ക്ലീനർ സക്ക് ചെയ്തിട്ടുള്ള എയർ പാസ് ചെയ്യുന്നത്, പുറത്തേക്ക് പാസ് ചെയ്യുന്നത് ഇതുവഴിയാണ്. നമുക്കിതിൽ ബ്ലോവറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അതായത് ചില വാക്യൂം ക്ലീനറിൽ നമുക്ക് ഈ ഭാഗത്ത് ബ്ലോവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇതിൽ ബ്ലോവറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് അഴിച്ചെടുക്കാനുള്ളത്. ഇവിടെ ചെറിയൊരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ ഉണ്ട്, ഇത് നമുക്ക് ഡസ്റ്റ് കുറേ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു നമുക്ക് തറയൊക്കെ തുറയ്ക്കാനും അതേപോലെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സംഭവം അതായത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമുക്ക് ഈ പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പൈപ്പിൽ ഇതേ രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇത് 2 കണക്ടർ വരുന്നുണ്ട്. ആ ഒരു കണക്ടർ നമ്മൾ ഇതിനകത്ത് ഇതേ രീതിയിൽ പ്രസ് ചെയ്യാം. ഈ സംഭവം പ്രസ് ചെയ്തിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ലോക്കായി, പിന്നെ അത് പോരില്ല. പിന്നെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഊരി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വാക്യൂം ക്ലീനർ ഓണാക്കാനുള്ള സ്വിച്ചും അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പവർ സപ്ലൈ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഇത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വാക്യൂം ക്ലീനർ ഓണാവും. അപ്പോൾ അതിൻ്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡയറി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള സംഭവമാണ് നമ്മുടെ ഈ ഡയറി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് സക്ക് ചെയ്തെടുക്കണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനാദ്യം ഇത് ഓണാക്കി ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ സക്ഷൻ പവർ എന്താണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവറിൽ സക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിത് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇതൊന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ഒരു സാധനം പൊക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് സാധനം എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, ആ പേപ്പർ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ഫിൽറ്ററിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടെടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ അങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്ക് പൊടിയെല്ലാം തട്ടിക്കളയാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെക്ഷൻ പവറും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് 200 രൂപയ്ക്കും അതേപോലെ നമ്മൾ 500-നും 800-നൊക്കെ നമ്മൾ ചെറിയ വാക്യൂം ക്ലീനർ മേടിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ ഇതേ രീതിയിലുള്ള അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള വാക്യൂം ക്ലീനർ മേടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതേ രീതിയിലുള്ള അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ നമ്മൾ മാക്സിമം മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് നമുക്ക് കാറിൽ മാത്രമല്ല നമുക്ക് വീട്ടിലും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ
പറ്റുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം കാറുള്ള ആൾക്കാർക്കൊക്കെ മേടിക്കുന്നത് വളരെ നന്നായിരിക്കും. മോഗ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാക്യൂം ക്ലീനറാണിത്. അതേപോലെ ആമസോണിലും ഉണ്ട്. നമുക്ക് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നമുക്കിത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്